പാട്ടും പരന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ. ഈ ടൈപ്പ് പാട്ടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ളതിനെ കുറിച്ച് അറിയാം. അമ്മയേളായ കുളന്താരി എല്ലില്ലാലോ എല്ലില്ലാലോ എല്ലില്ലാലോ. ടോട്ടലി കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിലൊരു എന്തൊരു നമ്മൾക്ക് പറയാൻ പറ്റാത്ത വിധത്തിലൊരു സുഖം ഉണ്ടായിരുന്നു. ഞാനൊന്നും എഴുതിയിട്ടില്ല മോൾ, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. മോള് നന്നായിട്ട് പാടിയാണ്. വാസ്തവത്തിൽ ഒരു വീട്ടിന്റെ അകത്ത് വിഷു സമയത്ത് വന്നതുപോലെ തോന്നി എനിക്ക്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുരുന്നു. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാലം പകർന്നു തുടി താളം. കാരണം പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഹരമാകും. ആയിരം പാദസരങ്ങൾക്കിലും ஏதோ வேகம் வந்துவிட்ட வானம் என்ன கீழிருக்க பூமி என்ன மேலிருக்க சொர்க்கலோகம் பக்கம் வந்தது. എന്താ എപ്പോഴും ഈ അടിപൊളി പാട്ടെന്ന് പറഞ്ഞ എല്ലാരും ഈ തമിഴ് പാട്ടിലോട്ട് പോകുന്നത്? മലയാളത്തിൽ ഇങ്ങനെ അടിപൊളി പാട്ടില്ലേ? എന്നാൽ ഇങ്ങനത്തെ ഒരു അടിപൊളി ഞാൻ കണ്ടിട്ട് ഞാനിപ്പോ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ട് ഡാൻസ് ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നു, അത്രത്തോളം അടിപൊളിയായിരുന്നു. യൗവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂ